സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ ഒഴികെ 2 ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും, അതായത് 12 ജില്ലകളിലും യെല്ലോ അലർട്ട് ആണ് ഉള്ളത്. വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഇല്ലാത്തത്. അതിൽ തന്നെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് മുന്നറിയിപ്പ് ഉള്ളത്. 40 ഡിഗ്രിയിലേക്ക് ചൂട് കടക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ കൊല്ലത്ത് തന്നെ പുനലൂരിൽ വലിയ തോതിലുള്ള ചൂട് അനുഭവപ്പെടുന്നു. അവിടെ 40 ഡിഗ്രിക്കൊക്കെ അടുത്താണ് ചൂട് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്ത് നേരത്തെ ഇതിലും ചൂട് കൂടിയ വേനൽക്കാലം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ ഈ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഉയർന്ന താപനില തുടരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലവും പാലക്കാടും തന്നെയാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള ജില്ലകളിലും ഉയർന്ന താപനില തന്നെയാണ്. കണ്ണൂരിനൊപ്പം കാസർഗോഡും തിരുവനന്തപുരത്തും ഉയർന്ന താപനില തന്നെയാണ്. അങ്ങനെ 12 ജില്ലകളിലും ഇപ്പോൾ ചൂട് കൂടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2 ജില്ലകളിൽ മാത്രമാണ് ഇതിൽ മാറ്റമുള്ളത്. അത് വയനാടും ഇടുക്കിയുമാണ്. നേരത്തെ സൂചിപ്പിച്ച കാര്യം എന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലുമൊക്കെ ചൂട് കൂടിയിട്ടുള്ള വേനൽക്കാലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതേസമയം ഈ ദിവസേന രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില അത് ഉയർന്നു നിൽക്കുകയാണ്. അതായത് ഒരു ദിവസം ഇപ്പോൾ 40 ഡിഗ്രിയിലേക്ക് ചൂട് എത്തുന്ന വേനൽക്കാലം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പിന്നീട് ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എന്നത് ഒരു പക്ഷേ 20 ഡിഗ്രിയോ 18 ഡിഗ്രിയോ ഒക്കെ ആയി താഴുമെങ്കിൽ, പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതല്ല. എപ്പോഴും ചൂട് കൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ടാണ് അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നത്. എൽനിനോ പ്രതിഭാസം കൂടി വരുന്നതോടെ വേനൽ മഴയിലും കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ പറയുന്നത്. മുൻവർഷത്തെക്കാളും ഭീകരെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് 2024 റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും താപനില കൂടുതൽ ഉള്ള വർഷം. 2025 നമ്മുടെ സമ്മർ സീസൺ, അതായത് നമ്മളുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ അത്രയധികം താപനില ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലുള്ളതുകൊണ്ടാണ് നമുക്ക് മുൻവർഷത്തെക്കാളും എന്നുള്ളൊരു തോന്നൽ വരുന്നത്. ഈ വർഷം ചൂട് കൂടുതലാണ്. കാരണം വേനൽ മഴ നമ്മൾ പ്രതീക്ഷിച്ചല്ല, സാധാരണ നമുക്ക് കിട്ടുന്ന അത്രയും വേനൽ മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു സീസണൽ ടോട്ടൽ എടുത്ത് നോക്കിയാലും, മഴ പെയ്ത ദിവസങ്ങളുടെ എണ്ണം നോക്കിയാലും, കിട്ടിയ സ്റ്റേഷനുകളുടെ എണ്ണം നോക്കിയാലും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ആകാശത്ത് മേഘങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. അപ്പോൾ മേഘങ്ങളുടെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ചൂടിനുള്ള കാരണം എന്ന് പറയുന്നത്. രാവിലെ റെക്കോർഡ് ചെയ്യുന്ന മിനിമം ടെമ്പറേച്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ദിവസത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത്, മിനിമം ടെമ്പറേച്ചറും ഇപ്പോൾ ശരാശരിയിൽ കൂടുതലാണ്. അപ്പം മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും ശരാശരിയിൽ കൂടുതലായതുകൊണ്ട് നമ്മളൊരു ദിവസം മുഴുവനും ഒരു കൂടിയ താപനിലയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമയത്ത് പോലും നമുക്കിതിൽ നിന്നൊരു റിലീഫോ അല്ലെങ്കിൽ റെസ്പൈറ്റ് ആശ്വാസം കിട്ടുന്നില്ല. പിന്നെ മഴയും കിട്ടുന്നില്ല. യെസ്, സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് കടുത്ത വേനൽക്കാലം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം അത്ര ചൂടുണ്ടായില്ല. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന നിലയിൽ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നു എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യമെന്നത് ഈ കുറഞ്ഞ ചൂട് അതും ഉയർന്നു നിൽക്കുകയാണല്ലോ. സാധാരണ കേരളത്തിൽ വലിയ ചൂടൊക്കെ അനുഭവപ്പെട്ടാലും വൈകുന്നേരമാകുമ്പോഴോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമോ ഒക്കെ ഒരു തണുപ്പ് അനുഭവപ്പെടുക എന്നുള്ളതുണ്ട്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്തു പോകുന്ന സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് മാറുകയാണല്ലോ. ഉയർന്ന ചൂട് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ആ ചൂട് താഴ്ന്നാൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് താഴെ പോകുന്നില്ല. അതാണ് ഒരു പൊതുവിൽ പൂർണ്ണമായും ഒരു ദിവസം ഉഷ്ണത്താൽ മലയാളികൾ വലയുന്നത് എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ടോ?
അഭിലാഷ്, തീർച്ചയായും. കാരണം നമ്മൾ ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന ഉയർന്നതും താഴ്ന്നതുമായ താപനില, അതിൽ താഴ്ന്നു നിൽക്കുന്ന താപനില തന്നെ തുടക്കം തൊട്ട് തന്നെ ഉയർന്നു നിൽക്കുന്നു. അതാണിപ്പോൾ പ്രധാനമായും ഈ ഒരു ചൂട്, അസഹനീയമായ ചൂടിന് കാരണം. നമുക്ക് എടുത്താൽ നോക്കാം, ഒരു 8 മണി 8:30 കൂടി തന്നെ നമുക്ക് വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനമായും പറയുന്നത് ഈ ഒരു മേഘങ്ങളുടെ അഭാവം. അതായത് നമുക്കറിയാം, ആകാശം വളരെ തുറന്ന രീതിയിൽ, അതായത് മേഘങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുകളിലുള്ള ആകാശത്ത്, അതായത് കൂടുതലായും ഉള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. മാത്രമല്ല, ഈ സൂര്യൻ കേരളത്തിൻ്റെ, അതായത് സംസ്ഥാനത്തിൻ്റെ നേരെ മുകളിലായി ആണ് ഉള്ളത്. അതായത് ആ ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് ഇപ്പോൾ സൂര്യൻ്റെ ഒരു പൊസിഷൻ എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു വിശദീകരണം. അതിനൊപ്പം തന്നെ ഈ ഒരു എൽനിനോ പ്രതിഭാസവും ചൂടിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നു. ഇതിനൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് വേനൽ മഴ ഇത്തവണ വളരെ കുറവാണ്. അത് വലിയ രീതിയിൽ ഈ ഒരു ചൂടിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്ടർ പ്രതികരിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചൂട് കുറവായിരുന്നു. ഇത്തവണ വളരെ പെട്ടെന്ന്, അതായത് ഫെബ്രുവരി സമയത്തടക്കം ചെറിയ ആശ്വാസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു, ചെറിയ തണുപ്പും അടക്കമുണ്ട്. അതിൽ നിന്നും പെട്ടെന്ന് ഒരു ചൂടിലേക്ക്, അതായത് വളരെ പെട്ടെന്നായിരുന്നു വേനൽക്കാലത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായത്. അതുതന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തവണത്തെ ചൂടിന് ഏറ്റവും വലിയൊരു കാരണമായി പറയുന്നത്. എന്ത് തന്നെയായാലും ഈ വരുന്ന ആഴ്ചയും അടുത്ത ആഴ്ചയും അടക്കം വലിയ രീതിയിലുള്ള ചൂട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് ഒരു വേനൽ മഴയ്ക്കുള്ളൊരു സാധ്യത പറയുന്നത്. അതോടുകൂടി പിന്നീട് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ആ ഒരു വേനൽ മഴയുടെ ആശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ പിന്നീട് മൺസൂൺ കാലത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. അതായത് അവർ നൽകുന്നൊരു വിശദീകരണം അടക്കം. പക്ഷേ ഇത്തവണ മൺസൂൺ മഴയും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ജൂണോടുകൂടി എൽനിനോ പ്രതിഭാസം വീണ്ടും ശക്തി പ്രാപിക്കും. ആ സമയത്ത് വേനൽ മഴ അതായത് മൺസൂൺ മഴ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്തും ഈ ഒരു അറബിക്കടലിലടക്കം ഉണ്ടാകുന്ന പല പ്രതിഭാസങ്ങളും മഴയ്ക്ക് അനുകൂല ഘടകമായി മാറുമെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ ഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മഴ ആയിരിക്കും മൺസൂൺ സമയത്ത് ലഭിക്കുക എന്നതും വളരെ ഗുരുതരമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും ഇത്, അതായത് 37 ഡിഗ്രിയും 39 ഡിഗ്രിയുമാണ് കൊല്ലം പോലെയുള്ള പല മേഖലയിലും അനുഭവപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് എന്ന് പറയുന്നത്. അതും ഒപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷ സാന്ദ്രത, അതായത് ഹ്യൂമിഡിറ്റി അടക്കം കൂടി നിൽക്കുന്നതും വലിയ രീതിയിൽ ചൂടിന് കാരണമാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം ഉയർന്ന വൈദ്യുതി ഉപഭോഗമാണ്. ഇപ്പോൾ 6000 മെഗാവാട്ടാണ് ഇപ്പോൾ പീക്ക് സമയങ്ങളിൽ, വൈകുന്നേരം 6 മണി സമയങ്ങളിൽ കഴിഞ്ഞ ദിവസം അടക്കം 6013 മെഗാവാട്ടാണ് ഉപയോഗിക്കുന്നത്. 6300 വരെയാണ് ഇപ്പോൾ നിലവിലെ KSEBയുടെ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ഉപഭോഗ ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ KSEB പ്രതിസന്ധിയിലാകും. എന്ത് തന്നെയായാലും ചൂട് തുടരും. അതിനൊപ്പം തന്നെ അതിനുവേണ്ട കൃത്യമായ മുൻകരുതൽ എടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ആശുപത്രിയിൽ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഹീറ്റ് ക്ലിനിക്കുകളടക്കം ഒരുക്കിയിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതലായി ഈ ഒരു ചൂട് നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും. അവിടെ സാറിന് ഒരു കാര്യം കൂടിയുള്ളത്, സാധാരണ നിലയിൽ നമുക്കറിയാമല്ലോ, ഈ വേനൽ മഴ എന്നത് പലപ്പോഴും മലയാളികൾക്ക് ആശ്വാസമാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ കർഷകർ വലിയ ദുരിതത്തിൽ ആണ്. കാരണം തെങ്ങ്, കവുങ്ങ്, ജാതി അങ്ങനെയുള്ള വിളകൾ ഒക്കെ ഏതാണ്ട് കരിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. പലയിടത്തും വാഴകൾ ഒടിഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കർഷകരുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. അവർക്ക് പലപ്പോഴും ആശ്വാസമാകാറുള്ളത് ഈ വേനൽ മഴയാണ്. ഇപ്പോൾ നാട്ടിലെ മാമ്പഴക്കാലത്തിന് പോലും ഇത് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. ഈ വേനൽ മഴ ലഭിക്കുന്നു എന്നത് പലപ്പോഴും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക, കർഷകർക്ക് വലിയ ആശ്വാസമായി മാറുക, വിളകൾ കത്തിക്കരിഞ്ഞു പോവുക എന്നൊക്കെ പറയുമല്ലോ പ്രാദേശികമായി നമ്മൾ ഭാഷാപ്രയോഗം നടത്തിയാൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ വേനൽ മഴയുടെ ലഭ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മൺസൂണിനെ കുറിച്ചോ ഒക്കെ കാലാവസ്ഥാ വകുപ്പ് എന്തെങ്കിലും സൂചനകൾ നൽകിയോ? അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ ഒരു സാഹചര്യം കർഷകരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മിൽമയുടെ കാര്യം അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീരോത്പാദകരെ അടക്കം വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണം ചൂട് കൂടുന്നത് പാലുൽപാദനത്തിനെ ബാധിക്കുന്നു, ഒപ്പം മറ്റ് വിളകളെയും അടക്കം ബാധിക്കുന്നുണ്ട്. കാരണം വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ജലസേചനം, അതായത് ചൂടുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജലസേചനവും മറ്റും നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് മതിയാകുന്നില്ല. കാരണം അത്രയും രീതിയിലുള്ള ചൂടാണ് ഉച്ച സമയത്തടക്കം 11 മുതൽ 2 മണി വരെ മനുഷ്യർക്ക് നേരിട്ട് ഏൽക്കാൻ പോലും പറ്റാത്ത ചൂട് എന്ന് പറയുമ്പോൾ അത് വിളകളെയും കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്.
നിലനിൽക്കുന്നുണ്ട്. എന്തിനായാലും ഒരു സാധ്യത പറയുന്നത് ഒരു 7 ജില്ലകളിലോളം കഴിഞ്ഞ ദിവസം ഒരു നേരിയ വേനൽ മഴയുടെ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നെങ്കിലും അത് കാര്യമായ രീതിയിൽ മഴ ലഭിച്ചില്ല എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ, അതായത് മെയ് തുടക്കത്തിലോട് കൂടി ചെറിയൊരു വേനൽ മഴയുടെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം കേരളത്തിലെ കർഷകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഈ ഒരു വന്യജീവി ആക്രമണം, അത് കഴിഞ്ഞ് നേരെ കനത്ത വേനലായിരിക്കും, അത് കഴിഞ്ഞാൽ കനത്ത മഴയായിരിക്കും. ഒട്ടും അനുകൂലമായ ഘടകങ്ങളല്ല ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം. ഒരു പ്രതിസന്ധി അവസാനിക്കുമ്പോൾ മറ്റൊരു പ്രതിസന്ധി തുടങ്ങുന്നു. പിന്നീട് മഴ അത് അനിയന്ത്രിതമായി പെയ്യുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ട പല സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ജലസേചനമടക്കം കൃത്യമായ രീതിയിൽ ഈ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അടക്കം നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഈ ഒരു വിളകളെ കാക്കണമെങ്കിൽ കർഷകരുടെ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം വലിയ രീതിയിൽ ആവശ്യമാണ്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേനൽ മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയ് തുടക്കത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഒരു 3-4 ദിവസം കേരളത്തിൽ ഉടനീളം മഴ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിലേക്കാണ് ഈ കർഷകർ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് ചൂട് അവസാനിക്കും. പിന്നീട് മഴക്കാലത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടം വലിയ കേടുപാടുകളില്ലാതെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്. യെസ്, വേനൽ മഴയുടെ ലഭ്യത അടക്കം കുറഞ്ഞു എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അപ്പോഴും മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വേനൽ മഴ ഉണ്ടാകും എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിന് ഇനിയും ഏതാണ്ട് ഒരു 10 ദിവസത്തോളം കാത്തിരിക്കണം. ഇടയ്ക്ക് ഒരു പക്ഷേ ചിലയിടങ്ങളിൽ എങ്കിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന പ്രവചനം കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനെ കനത്ത ചൂട് തുടരുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്തെ സ്ഥിതിയും മറിച്ചല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.